ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ടോട്ടൽ 13ൽ 12 സെക്ടർ ഇൻഡിസസും റെഡിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും ഫാർമ സെക്ടർ, മെറ്റൽ സെക്ടർ, ഓട്ടോ സ്റ്റോക്കുകൾ എല്ലാം നല്ല രീതിയിൽ നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സെൻസെക്സ് 588.9 പോയിന്റ് താഴ്ന്ന്, അതായത് 0.74% താഴ്ന്ന് 79,212 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 207 പോയിന്റോളം താഴ്ന്ന് 24,039 ക്ലോസ് ചെയ്തത്, അതായത് 0.86% ഡൗണിലാണ് ക്ലോസ് ചെയ്തത്. ഇനി ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പും ഏകദേശം 2.5% ഡൗൺ ആയിരുന്നു. IT സെക്ടർ മാത്രമാണ് ഇന്നത്തെ വീഴ്ചയിൽ പിടിച്ചു നിന്നത്. നിഫ്റ്റി IT സെക്ടർ 0.72% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ SBI ലൈഫ്, ടെക് മഹീന്ദ്ര, TCS, ഇൻഫോസിസ്, അൾട്രാടെക് സിമെൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ഇനി ടോപ്പ് ലോസേഴ്സ് നോക്കുകയാണെങ്കിൽ അദാനി എൻ്റർപ്രൈസസ്, ആക്സിസ് ബാങ്ക്, അദാനി പോർട്സ്, ശ്രീരാം സിമെൻറ്റ്, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് വരുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിഫ്റ്റി ഫാർമ, PSU ബാങ്ക്, എനർജി സെക്ടർ, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ, റിയൽറ്റി, ഇൻഫ്ര, ഓട്ടോ സെക്ടർ എല്ലാ സെക്ടറുകളും ഏകദേശം 1.5 മുതൽ 2% വരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റിവിറ്റി ഇന്ന് കാണാൻ പറ്റും. ടോട്ടൽ 455 സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ 2,428 സ്റ്റോക്കുകളും നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമുക്കിന്ന് മറ്റു അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടുന്ന ഡെയിലി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള നമ്മുടെ ബേസിക് കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ സൗജന്യമായിട്ട് അയച്ചിരുന്നതാണ്. അപ്പോൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മളിന്ന് ആദ്യം നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഇന്ത്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സാംസങ്ങിൻ്റെ തമിഴ്നാട്ടിലുള്ള അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റിലേക്ക് 1,000 കോടി രൂപ കൂടി അവർ നിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി 100 പുതിയ ജോബുകൾ കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കംപ്രസർ മാനുഫാക്ചറിങ് പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്ലാന്റിന് കറൻ്റ്ലി 8 മില്യൺ കംപ്രസർ യൂണിറ്റ്സ് നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. റെഫ്രിജറേറ്ററുകളും മറ്റുമാണ് ഈ ഒരു കംപ്രസർ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട്. സാംസങ്ങിൻ്റെ ഇന്ത്യയിലെ 2 മേജറായിട്ടുള്ള ഫെസിലിറ്റികളിൽ ഒന്നാണ് ഈ ഒരു തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലുള്ളത്. ഹൈ എൻഡ് QLED TVകൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീൻ, AC തുടങ്ങിയവയെല്ലാം അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സാംസങ്ങിന് അവരുടെ മൊബൈൽ മാനുഫാക്ചറിങ്ങിന് ഒരു യൂണിറ്റ് കൂടി ഇന്ത്യയിലുണ്ട്. അത് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്. അടുത്തത് പട്ടേൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അവർക്ക് 2,036 കോടിയുടെ പ്രൊജക്റ്റ് വിൻ ചെയ്തിട്ടുണ്ട് അവർ. ഷിയോമി ഡിസ്ട്രിക്റ്റിലുള്ള ഈ ഒരു ഹൈഡ്രോ പ്രൊജക്റ്റ് ഏകദേശം 44 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അരുണാചൽ പ്രദേശിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ടോട്ടൽ 1000 മെട്രിക് യൂണിറ്റ് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റാണിത്. നിക്കോയുടെ ഈ ഒരു പ്രൊജക്റ്റിന് വാല്യൂ വരുന്നത് 718 കോടിയാണ്. മഹാരാഷ്ട്രയിലെ റായ്ഗഡിലുള്ള കൊന്തേൻ ഡാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡാം പ്രൊജക്റ്റും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. 1,318 കോടിയുടെ പ്രൊജക്റ്റ് എന്നത്. ഈ ഒരു പ്രൊജക്റ്റ് 42 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് Q4 റിസൾട്ട് പല കമ്പനികളുടെയും വരുന്നുണ്ട്. നമ്മൾ പല റിസൾട്ടുകളും കഴിഞ്ഞ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്നലെ ഇന്നായി വന്ന ചില കമ്പനികളുടെ റിസൾട്ടുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യം നോക്കാൻ പോകുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മാരുതി സുസുക്കിയുടെ റിസൾട്ട് തന്നെയാണ്. അവരുടെ Q4 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1% കുറവുണ്ടായിട്ടുണ്ട് ഇയർ ഓൺ ഇയർ. അത് 3,911 കോടിയായിട്ടുണ്ട്. റവന്യൂ 6.4% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 40,920 കോടിയായിട്ടുണ്ട്. Q3 കമ്പയർ ചെയ്യുമ്പോഴുള്ള സീക്വൻഷ്യൽ പ്രോഫിറ്റ് 4.9% വർദ്ധിച്ചിട്ടുണ്ട്. കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 135 രൂപയാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, റെക്കോർഡ് സെയിൽസാണ് നടന്നത്. 6.04 ലക്ഷം യൂണിറ്റാണ് അവർ സെല് ചെയ്തിട്ടുള്ളത്. സെയിൽസിൻ്റെ ഡാറ്റ നമ്മൾ ഈ മാസത്തെ തുടക്കത്തിൽ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അത് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത് നോക്കാൻ വന്നത് SBI കാർഡ്സിൻ്റെ റിസൾട്ടാണ്. അവരുടെ Q4 പ്രോഫിറ്റ് 19% ഇയർ ഓൺ ഇയർ ഇടിഞ്ഞിട്ടുണ്ട്. അത് 534 കോടിയായിട്ടുണ്ട്. ടോട്ടൽ ഇൻകം 8% വർദ്ധിച്ചിട്ട് 4,832 കോടിയായിട്ടുണ്ട്. ഗ്രോസ് NPA 3.8% ആയിട്ടുണ്ട്. നെറ്റ് NPA 1.46% ആയിരുന്നു. ഈ ഒരു കമ്പനിയും ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 2 രൂപ 50 പൈസയാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത റിസൾട്ട് നോക്കാൻ പോകുന്നത് മാക്രോടെക് ഡെവലപ്പേഴ്സിൻ്റെയാണ്. അവരുടെ Q4 പ്രോഫിറ്റ് 38.5% വളർന്ന് 921.7 കോടിയായിട്ടുണ്ട്. റവന്യൂയും 5.1% വർദ്ധിച്ചിട്ടുണ്ട്. FY25 നെറ്റ് പ്രോഫിറ്റ് 71% വർദ്ധിച്ചിട്ടുണ്ട്. അത് 2,764 കോടിയായിട്ടുണ്ട്.
റവന്യൂ 13,780 കോടിയായിട്ടുണ്ട്. മുംബൈ, പൂനെ, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലായിട്ട് 23,700 കോടിയുടെ പുതിയ പ്രൊജക്ട്സ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിയും ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 4 രൂപ 25 പൈസയാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടെക് മഹീന്ദ്രയുടെ റിസൾട്ടാണ്. ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് 18.7% ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്തിട്ട് 1,166.7 കോടിയായിട്ടുണ്ട്. EBIT റൈസ് ചെയ്തിട്ടുണ്ട് 2.1% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഗ്രോ ചെയ്തിട്ടുണ്ട്. റവന്യൂ 13,384 കോടിയായിരുന്നു. പുതിയ ഡീലുകൾ നേടുന്നതിൽ 42% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് 2.7 ബില്യൺ ആയിട്ടുണ്ട്. ഈ ഒരു കമ്പനിയും ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ ടോട്ടൽ 45 രൂപയാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.